നമ്മുടെ ചുറ്റുപാടിലേക്കൊന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും പല കഴിവുണ്ടായിട്ടും എങ്ങും എത്തിപ്പെടാതെ പോയ പലരും, എത്രയോ പേർ. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, എല്ലാം ഉള്ളവന് ദൈവം വാരിക്കോരി കൊടുക്കുന്നു, ഒന്നുമില്ലാത്തവന് എന്നും കഷ്ടപ്പാടും ദുഃഖവും മാത്രമാണെന്ന്. ഇങ്ങനെയൊക്കെ പറഞ്ഞാലും ഒന്നുമില്ലാത്തവൻ എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടി പരിശ്രമിക്കുകയെങ്കിലും ചെയ്യും. അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങളും എല്ലാവരും. കഴിവുണ്ടായിട്ടും സമൂഹം തിരിച്ചറിയാതെ പോയ മറ്റൊരു മലയാളി പബ്ജി പ്ലെയറും കണ്ടന്റ് ക്രിയേറ്ററുമായ ഒരു വ്യക്തിയുടെ കഥയാണിത്. ഒരുപക്ഷെ നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇദ്ദേഹത്തെ അറിയാം. ഇദ്ദേഹത്തിൻ്റെ വീഡിയോസ് കണ്ട് നമ്മുടെ പബ്ജി ഗെയിം പ്ലേ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വന്ന ചിലരെങ്കിലും കാണും. നിങ്ങൾക്ക് നിങ്ങളുടെ പബ്ജി ഗെയിം പ്ലേ ഇമ്പ്രൂവ് ആക്കാൻ ടിപ്സ് വേണോ? മോണ്ടേജ് വീഡിയോസ് കാണണോ? ഓരോ സ്ക്രിംസിൻ്റെയും ഹൈലൈറ്റ് കാണണോ? പബ്ജി എന്ന മാന്ത്രിക ഗെയിമിനെ കൈക്കുള്ളിലാക്കണോ? ഞാൻ ഉറപ്പ് തരാം, ഇതെല്ലാം നിങ്ങൾക്ക് 100 ചാനലുകൾ തിരഞ്ഞ് കണ്ടുപിടിച്ച് പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഇദ്ദേഹത്തിൻ്റെ ചാനൽ സന്ദർശിച്ചാൽ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനും മനസ്സിലാക്കാനും സാധിക്കും. മറ്റാരെക്കുറിച്ചുമല്ല ഞാൻ പറയാൻ പോകുന്നത്. പബ്ജി എന്ന ഗെയിമിൽ ഒന്നുമല്ലാത്തവരെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ എല്ലാം സ്വന്തം ബ്ലീഡ് പ്രിൻസ് ബ്ലാക്ക് എന്ന അഖിലിൻ്റെ കഥ. കഴിവുണ്ടായിട്ടും സമൂഹം തിരിച്ചറിയാതെ പോയ മറ്റൊരു പബ്ജി പ്ലെയർ. എല്ലാവർക്കും മിസ്റ്റർ നീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന തൻ്റെ പഠനകാലം തീർന്നിരിക്കുന്ന സമയം. ഈ സമയത്താണ് അഖിലിനെ തൻ്റെ ഒരു കൂട്ടുകാരൻ പബ്ജിയിലേക്ക് കൊണ്ടുവരുന്നതും പബ്ജിയെപ്പറ്റി പറഞ്ഞു കൊടുക്കുന്നതും. സീസൺ 2 ആരംഭിക്കുന്ന അഖിലിൻ്റെ പബ്ജി യാത്ര. 30 FPS മാത്രം ലഭിക്കുന്ന റെഡ്മിയുടെ ഫോണിൽ അഖിൽ എറാങ്കിൾ എന്ന മാപ്പിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങി. ക്ലാസിക് മാച്ചുകളെ അടുത്തറിയാൻ തുടങ്ങിയ അഖിൽ പകുതി സമയവും ട്രെയിനിങ് ഗ്രൗണ്ടിലായിരുന്നു ചെലവഴിച്ചത്. അതിലെ ഓരോ ഘട്ടവും അഖിൽ പെതിയെ പഠിച്ചു. ക്ലാസിക് മാച്ചുകളിൽ റാൻഡമായി വന്ന പലരെയും പരിചയപ്പെട്ടു, പലരെയും കൂടെ കൂട്ടി. പല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ക്ലാനിലേക്ക് കയറാൻ സാധിക്കാതെ വന്ന അഖിലും കൂട്ടുകാരും ചേർന്ന് പുതുതായൊരു ക്ലാൻ നിർമ്മിക്കുന്നു. ആ ക്ലാനിനൊരു പേരും നൽകി, ബ്ലാക്ക് എന്ന്. പ്രിൻസ് ബ്ലാക്ക് എന്ന അഖിലും കൂട്ടുകാരും പബ്ജി എന്ന ഗെയിമിനെ വളരെ സീരിയസ് ആയി കാണുന്നു. താൻ ഒപ്പം കൂട്ടിയവരിൽ പലരും കളി ഉപേക്ഷിച്ചു പോയി. എന്നിട്ടും താൻ തളരുന്നില്ല. പിന്നെ പുതുതായി ഒരു ഫ്രണ്ട്ഷിപ്പ് ലൈനപ്പ് സെറ്റ് ആക്കുന്നു. ഗെയിം പ്ലേ സീരീസ് ആയതോടെ തന്റെ 30 FPS എന്ന റെഡ്മി ഫോൺ ലാഗടിപ്പിക്കാൻ തുടങ്ങി. തന്റെ ആഗ്രഹവും സ്വപ്നവുമായിരുന്ന OnePlus എന്ന ഫോണിലേക്ക് താൻ ഒന്ന് അപ്ഡേഷൻ ആകുന്നു. ജോലിക്ക് പോയി രാത്രി വരുന്ന സമയങ്ങളിൽ അഖിൽ തന്റെ ശ്രദ്ധ പബ്ജിയിൽ കേന്ദ്രീകരിച്ചു. തന്റെ സ്ക്രിംസിനെയൊക്കെ സീരീസ് ആയി കണ്ട് അവിടെ തന്റെ കഴിവുകളെ അവതരിപ്പിക്കണമെന്ന് അഖിലും കൂട്ടുകാരും ആഗ്രഹിക്കുന്നു. സ്വന്തമായ ഒരു സ്പോർട്സ് വരെ ഉണ്ടാക്കണമെന്ന തന്റെ ആഗ്രഹം ചുമലിലേറ്റ് താനും തങ്ങളുടെ പടയാളികളും പബ്ജിയെ കുറച്ചുകൂടി സീരിയസ് ആയി കണ്ടു. സ്ഥിരമായ ട്രെയിനിങ് ഗ്രൗണ്ടുകളിൽ പോലും കയറാൻ സാധിക്കാതിരുന്ന തന്റെ കൂട്ടുകാർക്ക് വേണ്ടി അഖിൽ താൻ ചെയ്യുന്ന ഡ്രില്ലുകളെയെല്ലാം ഒരു വീഡിയോ ആക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കാൻ തുടങ്ങുന്നു. താൻ ട്രെയിനിങ്ങിൽ നിന്ന് പഠിച്ച പല ഡ്രില്ലുകളും കാര്യങ്ങളും അവർക്ക് ഒരു വീഡിയോ ആക്കി അയച്ചു കൊടുക്കുന്നു. ഇത് തൻ്റെ കൂട്ടുകാർക്ക് വളരെ സഹായകരമായി. തൻ്റെ കൂട്ടുകാരിൽ പലരും തന്നോട് ചോദിച്ചു, ഇത് നിനക്കൊരു വീഡിയോ ആക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തൂടെ? അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ലിങ്ക് ഞങ്ങൾക്ക് തന്നാ പോരെ? താൻ ചെയ്ത ട്രെയിനിങ് ഗ്രൗണ്ടിലെ ഡ്രില്ലുകളുടെ വീഡിയോ തൻ്റെ കൂട്ടുകാർക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ പബ്ജിയിൽ ഒന്നുമല്ലാതായിരിക്കുന്ന എത്രയോ പേർക്ക് തൻ്റെ വീഡിയോ ഉപകാരപ്പെടുമെന്ന് മനസ്സിലാക്കിയ അഖിൽ തൻ്റെ വീഡിയോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങും. ബ്ലീഡ് പ്രിൻസ് ബ്ലാക്ക് എന്ന അഖിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ ഓരോ വീഡിയോ ആക്കി യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്തു. അത് മറ്റുള്ളവരിലേക്കും എത്തിച്ചു. ട്രെയിനിങ് ഗ്രൗണ്ടിലെ പല കാര്യങ്ങളും പിന്നെ വീഡിയോകളായി മാറി. ഗെയിമിംഗ് കമ്മ്യൂണിറ്റിയിലെ പല യൂട്യൂബേഴ്സും തൻ്റെ വീഡിയോയ്ക്ക് സപ്പോർട്ട് നൽകി. അത്രയ്ക്കും വെറും സിമ്പിളായിട്ടാണ് ഓരോ വീഡിയോകളും അഖിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ബ്ലീഡ് പ്രിൻസ് ബ്ലാക്ക് എന്ന അദ്ദേഹത്തിൻ്റെ ചാനൽ സന്ദർശിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോമ്പറ്റീറ്റീവ് ഗൈഡർ, ക്രൗച്ച് ഗൈഡർ, ക്ലച്ച് ഗൈഡർ, പെർഫെക്റ്റ് സൗണ്ട് ഗൈഡർ, കാർ സ്പ്രേ ഡ്രിൽസ്, അസോൾട്ടിംഗ് ഡ്രിൽസ്, എയിം ആൻഡ് പെർഫെക്റ്റ് ഡ്രിൽസ്, ജോയ്സ്റ്റിക് ഡ്രിൽസ്, 1v4 എങ്ങനെ ഈസിയായി നേടാം, ലേ ഔട്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മോണ്ടേജുകൾ, സ്ക്രിംസിൻ്റെ ഓരോ ഹൈലൈറ്റുകൾ തുടങ്ങിയ നിരവധി വീഡിയോസാണ് അദ്ദേഹം വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. കോമ്പറ്റീറ്റീവ് പ്ലെയർ, പബ്ജിയിലെ തുടക്കക്കാരനോ ഒടുക്കക്കാരനോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് പഠിക്കാൻ സാധിക്കും. ഈ മനുഷ്യൻ ഇവിടം വരെ എത്തിപ്പെട്ടത് ഒത്തിരി കഷ്ടപ്പാടിലൂടെയാണ്. തനിക്ക് പ്രാക്ടീസ് ചെയ്ത് പെർഫെക്റ്റ് ആയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമാണ് ബ്ലീഡ് പ്രിൻസ് ബ്ലാക്ക് എന്ന അഖിൽ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, കോമ്പറ്റീറ്റീവ് കളിക്കുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാക്കാം എൻട്രി ഫ്രാഗറുടെ റോൾ എന്താണെന്ന്. ഇന്ന് ബ്ലാക്ക് എന്ന സ്ക്വാഡിലെ എൻട്രി ഫ്രാഗറുടെ റോൾ കൈകാര്യം ചെയ്തത് നമ്മുടെ സ്വന്തം അഖിലാണ്. ഗെയിം പ്ലേസ് കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു റോളിന് എത്രത്തോളം അർഹനാണ് താനെന്ന്. ഇന്ന് തൻ്റെ കഴിവിന് കിട്ടിയ ഒരു അംഗീകാരമാണ്
BGIS 2021 ക്വാളിഫൈ ചെയ്തത്. അതായത് IQ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈൽ ഇന്ത്യ സീരീസിൽ താൻ ക്വാളിഫൈ ആയി. ലീഡിൻ്റെ ഒരു കണ്ടന്റ് ക്രിയേറ്ററായും ബ്ലാക്കിൻ്റെ ഒരു ക്ലാൻ മെമ്പറായും തൻ്റെ കഴിവും പരിശ്രമവും കൊണ്ട് താൻ ഇവിടം വരെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ, അൺറേറ്റഡ് ഗെയിമേഴ്സിൻ്റെ ലിസ്റ്റിൽ താൻ പെട്ടിട്ടുണ്ടെങ്കിൽ, ആവേശത്തോടെ ആത്മവിശ്വാസത്തോടെ കഴിവുകൾ ഇനിയും ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, കഴിവുണ്ടായിട്ടും സമൂഹം തിരിച്ചറിയാതെ പോയിട്ടുണ്ടെങ്കിൽ, ഒരു നാൾ അഖിലിൻ്റെ ഉയർച്ചയോർത്ത് നമ്മളെല്ലാവരും അഭിമാനിക്കും. അത് തീർച്ച. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ബ്ലീഡ് പ്രിൻസ് ബ്ലാക്ക് എന്ന അഖിലിൻ്റെ കഥ. Try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. Looking for change, looking for pain. Pulling a mob, pushing a train. I'll never stop, stick to a lane. Pick up the pieces and go rearrange. I'll be the best above all the rest, put me to the test and expect nothing less, your check is I'm chess, what's happening next, yeah. He got the venom, a tangible weapon, no coming in second. This life is a lesson, he got a new engine from pain, it's a blessing. New focus, no guessing, just bold and obsession. All in his possession, you got their attention. I'll leave an impression and take your redemption. Just kill no discretion, your mind is a weapon. 11-11, it's time for progression, You could try to play, but you're never gonna beat me. Look the other way, what I'm doing ain't easy. Bloody hands stained from the people who deceive me. Muddy hands break through the chains, go free me. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്നെ പോലത്തുള്ള ചെറിയ യൂട്യൂബേഴ്സിൻ്റെ പ്രോത്സാഹനമാണ് നിങ്ങളെ പോലത്തുള്ള ഓരോരുത്തരെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും. മിസ്റ്റർ നീഡ്.